നമ്മളെല്ലാവരും ജീവിതത്തിൽ പണം ഏൺ ചെയ്യാൻ കഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ഒരു സിമ്പിൾ ചോദ്യം, പണം ഏൺ ചെയ്താൽ മാത്രം മതിയോ? നിങ്ങൾ 10,000 രൂപ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഇടുന്നു. 10 വർഷം കഴിയുമ്പോൾ ആ പൈസയുടെ വാല്യൂ എന്തായിരിക്കും? മേ ബി കുറച്ച് ഇൻട്രസ്റ്റ് കിട്ടും, എങ്കിലും ഓരോ വർഷം കഴിയും തോറും ആ പൈസയുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ പ്രോപ്പറായി സ്റ്റഡി ചെയ്ത് ആ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. മേ ബി 10 വർഷം കഴിയുമ്പോൾ 1,00,000 മുകളിൽ ആ പൈസക്ക് വാല്യൂ കാണും. അതുകൊണ്ടാണ് ലോകത്തിലെ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും പറയുന്നത്, ഡോണ്ട് ജസ്റ്റ് സേവ് മണി, ഇൻവെസ്റ്റ് മണി. അപ്പോൾ ഒരു ചോദ്യം വരും, പൈസ സേവ് ചെയ്താൽ പോരെ, എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം? ഉത്തരം സിമ്പിളാണ്, ഇൻഫ്ലേഷൻ. ഉദാഹരണത്തിന് 10 വർഷം മുമ്പ് 50 രൂപ കൊടുത്താൽ കിട്ടിയിരുന്ന പല കാര്യങ്ങളും ഇന്ന് കിട്ടണമെങ്കിൽ 100 രൂപക്ക് മുകളിൽ കൊടുക്കണം. നമ്മുടെ പൈസ ബാങ്കിലിട്ടാൽ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ പൈസയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പർച്ചേസിംഗ് പവറും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അത് ഇൻവെസ്റ്റ് ചെയ്താലോ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം, ഒപ്പം ഫ്യൂച്ചർ ഗോൾസും അച്ചീവ് ചെയ്യാം. ഈ വീഡിയോയിൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നും ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് എന്താണെന്നും ബിഗിനേഴ്സ് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും ഒക്കെ ഫിനാൻസ് ലോകത്തേക്ക് പുതിയതായി കടന്നു വന്നവർക്ക് ഉൾപ്പെടെ മനസ്സിലാകുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഇൻവെസ്റ്റ്മെന്റ്? ഇൻവെസ്റ്റ്മെന്റ് എന്നാൽ വളരെ സിമ്പിളായ ഒരു കൺസെപ്റ്റാണ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ള പൈസ ഭാവിയിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് പൈസ ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ മാത്രമല്ല അധ്വാനിക്കുക, നമ്മുടെ പണം നമുക്കായി അധ്വാനിക്കുന്ന മെത്തേഡാണ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഉദാഹരണം പറയാം, നിങ്ങളുടെ കയ്യിൽ ഒരു 1,00,000 രൂപയുണ്ട്. അത് നിങ്ങൾ ബാങ്കിലിട്ടാൽ അത് സേവിങ്സ് ആണ്. എന്നാൽ അതേ പൈസ നിങ്ങൾ സ്റ്റോക്കോ മ്യൂച്വൽ ഫണ്ടോ ഗോൾഡോ വാങ്ങാൻ യൂസ് ചെയ്താലോ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ഫ്യൂച്ചറിൽ അതിന്റെ അസറ്റ് വാല്യൂ വർദ്ധിക്കാം. സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. സേവിങ്സ് എന്നാൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ആണ്. അതിന് ലിക്വിഡിറ്റി കൂടുതലാണ്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ യൂസ് ചെയ്യുകയോ വിഡ്രോ ചെയ്യുകയോ ചെയ്യാം. അത് ഷോർട്ട് ടേം ഗോൾസ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നു. ഫിക്സഡ് ഡെപ്പോസിറ്റും സേവിങ്സ് അക്കൗണ്ടുമൊക്കെ പണം സേവ് ചെയ്യാനുള്ള മാർഗങ്ങളാണ്. നമ്മുടെ പൈസ സേഫാക്കി വെക്കുക എന്നതാണ് സേവിങ്സിന്റെ മെയിൻ എയിം. ഇനി ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറഞ്ഞാലോ, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുക, വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക, ലോങ് ടേം ഗോൾസ് അച്ചീവ് ചെയ്യുക, ഇതൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ എയിം. ഫോർ എക്സാമ്പിൾ, 10 വർഷം കഴിഞ്ഞ് എനിക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടണം, അല്ലെങ്കിൽ ഒരു വീട് വെക്കണം, റിട്ടയർമെന്റ് നേടണം. ഇതൊക്കെ നേടണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കൂടിയേ തീരും. സോ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ സേവിങ്സിനും ഇൻവെസ്റ്റ്മെന്റിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി നമുക്ക് നോക്കാം. ഇന്ത്യയിൽ മെയിൻലി 4 അസറ്റ് ക്ലാസ്സുകളാണുള്ളത്: ഇക്വിറ്റി, ഡെറ്റ്, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ്. ഇവയെ ഓരോന്നും ഡിഫറെന്റ് റിസ്ക് റിട്ടേൺ പ്രൊഫൈൽ ഉള്ളവയാണ്. അവയെ ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു അസറ്റ് ക്ലാസ് ആണ്. ഡെറ്റ് എന്നാൽ ഒരു കമ്പനിക്കോ ഗവൺമെന്റിനോ നിങ്ങൾ നിങ്ങളുടെ പൈസ ലെൻഡ് ചെയ്യുന്നു, അവർ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നു. ഇക്വിറ്റിയേക്കാൾ സേഫ് ആയ ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് ഡെറ്റ്. ബോണ്ട്സ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയ ഏറ്റവും പോപ്പുലറായ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അഥവാ FD. നമ്മൾ കുറച്ച് പൈസ ഒരു ഫിക്സ്ഡ് ടൈം പീരീഡിലേക്ക് ബാങ്കിലോ NBFCയിലോ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അവരതിനൊരു ഫിക്സ്ഡ് റിട്ടേൺ നമുക്ക് നൽകുന്നു. സിമ്പിൾ. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തെന്നാൽ RBI റെഗുലേറ്റഡ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് വളരെ സിമ്പിൾ ആണ്. ലോ റിസ്ക് ആണ്, ഗ്യാരണ്ടീഡ് റിട്ടേൺ ആണ്. എന്നാൽ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇതിന് റിട്ടേൺസ് വളരെ ലിമിറ്റഡ് ആണ്. ചില സമയത്ത് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ പോലും ആ റിട്ടേൺസിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് വേണമെങ്കിൽ യൂസ് ചെയ്യാം, എന്നാൽ വെൽത്ത് ക്രിയേഷൻ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ അല്ല. ബോണ്ട്സ് എന്നാൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ആ ബോണ്ട്സ് വാങ്ങുമ്പോൾ ഗവൺമെന്റിന് അല്ലെങ്കിൽ ആ കമ്പനിക്ക് നമ്മൾ നമ്മുടെ പൈസ ലോണായി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർ അതിന് നമുക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നു. ഗവൺമെന്റ് ബോണ്ട്സ്, കോർപ്പറേറ്റ് ബോണ്ട്സ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ചില സമയങ്ങളിൽ ബോണ്ട്സ് FDയേക്കാൾ കൂടുതൽ റിട്ടേൺസ് നൽകാറുണ്ട്. ലോ റിസ്ക് ആണെങ്കിൽ ഗവൺമെന്റ് ബോണ്ട്സ് കൺസിഡർ ചെയ്യാം. മോഡറേറ്റ് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ട്സ് കൺസിഡർ ചെയ്യാം. ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന സേഫസ്റ്റ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഇതിന് എക്സാമ്പിളായി ട്രഷറി ബിൽസ്, ഗവൺമെന്റ് ബോണ്ട്സ്, RBI ബോണ്ട്സ് എല്ലാം കൺസിഡർ ചെയ്യാം. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തെന്നാൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആണ്, ലോ റിസ്ക് ആണ്. സ്റ്റിൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലുള്ള അടുത്ത അസറ്റ് ക്ലാസ് ആണ് ഇക്വിറ്റി അഥവാ സ്റ്റോക്സ്. ഫോർ എക്സാമ്പിൾ, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിയാൽ ഒരു ചെറിയ ഭാഗത്തിന്റെ ഓണർ കൂടിയാവുന്നു നമ്മൾ, ഒരു ഷെയർ ഹോൾഡർ ആവുന്നു. ഫോർ എക്സാമ്പിൾ, റിലയൻസിന്റെ ഷെയറാണ് നാം വാങ്ങുന്നതെങ്കിൽ അതിന്റെ ഓണർഷിപ്പിൽ നമ്മളും ഒരു ഭാഗമാവുകയാണ്. ഇക്വിറ്റിയിൽ നിന്ന് 2 തരത്തിലാണ് നമുക്ക് റിട്ടേൺസ് ലഭിക്കുക. ഒന്ന് ക്യാപിറ്റൽ അപ്രിസിയേഷൻ, അതായത് നമ്മൾ വാങ്ങിയ ഷെയറിന്റെ വാല്യൂ ഇൻക്രീസ് ആകുമ്പോൾ നമ്മുടെ ക്യാപിറ്റലിന്റെ വാല്യൂം ഇൻക്രീസ് ആവുന്നു. 2 ഡിവിഡൻസ്, ഒരു കമ്പനിയുടെ പെർഫോമൻസ് അനുസരിച്ച് അതിന്റെ പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് നമുക്കൊരു ഇൻകമായി കണക്കാക്കാം, റിട്ടേൺസ് ലഭിക്കുന്നു.
നല്ല രീതിയിൽ റിസർച്ച് നടത്തി ഇൻവെസ്റ്റ് ചെയ്താൽ ഹൈ റിട്ടേൺസ് നൽകാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു അസറ്റ് ക്ലാസ് ആണ് ഇക്വിറ്റി. അതുപോലെ തന്നെ ലോങ് ടൈമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള അസറ്റ് ക്ലാസ് ഇത് തന്നെയാണ്. സോ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത്രയും അഡ്വാൻറ്റേജ് ഉള്ളതുപോലെ തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് കൂടിയുള്ള അസറ്റ് ക്ലാസ് ആണ് ഇക്വിറ്റി. ഫസ്റ്റ് വൺ ഈസ് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ. മാർക്കറ്റ് എപ്പോഴും നമ്മുടെ റിസർച്ച് അല്ലെങ്കിൽ അനാലിസിസ് അനുസരിച്ചായിരിക്കില്ല മൂവ് ചെയ്യുക. വളരെ പെട്ടെന്നുള്ള അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെന്റ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലർ അതിൽ ട്രാപ്പായി പോകുമ്പോൾ മറ്റു ചിലർ അതൊരു ഓപ്പർച്യൂണിറ്റി ആയി കാണാറുമുണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയ ഒരു വീഡിയോ തന്നെ ചെയ്യാനുണ്ട്. മാർക്കറ്റ് മൂവ്മെന്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടണമെങ്കിൽ വാർ തുടങ്ങിയ സമയം മുതലുള്ള മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻസ് നോക്കിയാൽ മതി, ഈസിയായി മനസ്സിലാക്കാം. നെക്സ്റ്റ് ഈസ് ഷോർട്ട് ടേം വോളറ്റിലിറ്റി. നിങ്ങളൊരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ പൈസ തിരിച്ചെടുക്കണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നെന്ന് വരില്ല. കാരണം മാർക്കറ്റിന്റെ ട്രെൻഡ് അനുസരിച്ച് അപ് ട്രെൻഡ് ആണെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ചിലപ്പോൾ അപ്രിസിയേഷൻ വന്നേക്കാം. എന്നാൽ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ആ സ്റ്റോക്കിന്റെ വാല്യൂ കുറയും. അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റലിന്റെ വാല്യൂവും അവിടെ കുറവ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ കാലത്തേക്ക് നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അസറ്റ് ക്ലാസ് അല്ല ഇക്വിറ്റി. നല്ല രീതിയിൽ റിസർച്ച് നടത്തി പ്രോപ്പർ നോളജോട് കൂടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ മേഖലയാണ് ഇക്വിറ്റി. കേവലം ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുക എന്നതിലുപരി നല്ല പൊട്ടൻഷ്യലുള്ള, നല്ല തീമുള്ള, നല്ല ക്രെഡിബിലിറ്റി ഉള്ള, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കമ്പനി സെലക്ട് ചെയ്യുക എന്നതാണ് സ്കിൽ. അത്തരത്തിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ നഷ്ടപ്പെടാൻ അധികം സമയമൊന്നും വേണ്ട. സോ ഇത്തരത്തിൽ റിസർച്ച് നടത്തേണ്ടത് കൊണ്ട് ബിഗിനേഴ്സിൽ വളരെ ചലഞ്ചിങ് ആയി തോന്നാം. അത്തരത്തിലുള്ളവർക്കാണ് മ്യൂച്വൽ ഫണ്ടുകൾ. നിങ്ങൾക്ക് കുറച്ച് പൈസ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഏത് സ്റ്റോക്ക് വാങ്ങണമെന്നോ എങ്ങനെ റിസർച്ച് ചെയ്യണമെന്നോ നിങ്ങൾക്കറിയില്ല. ഇത്തരത്തിൽ ഒരുപാട് പേർ ഈ ലോകത്തുണ്ടാവും. ഒരു ഫണ്ട് മാനേജർ അല്ലെങ്കിൽ ഇതിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾ ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒക്കെ പൈസ കളക്ട് ചെയ്ത് പ്രോപ്പർ റിസർച്ച് ആൻഡ് സ്റ്റഡി നടത്തി സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അസറ്റ് ക്ലാസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതാണ് സിമ്പിളായി പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്. അതായത് പല ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത് ഒരു ഫണ്ട് മാനേജർ സ്റ്റഡി അല്ലെങ്കിൽ റിസർച്ച് നടത്തി പല അസറ്റ് ക്ലാസ്, അതായത് സ്റ്റോക്കുകളിലോ ബോണ്ടുകളിലോ ഗോൾഡിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺസ് ക്രിയേറ്റ് ചെയ്യുന്നു. മ്യൂച്വൽ ഫണ്ട്സ് എപ്പോഴും പ്രൊഫഷണലി മാനേജറാണ്. അതായത് ഇതിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ലാത്ത ഒരാൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മിസ്റ്റേക്സ് വളരെ കുറവായിരിക്കും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അതുപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് മ്യൂച്വൽ ഫണ്ടിൽ വളരെ കൂടുതലാണ്. നമുക്ക് സ്റ്റോക്കുകളിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിന് പറ്റിയ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഇനി സ്റ്റോക്കും ബോണ്ടും കമ്പൈൻ ചെയ്താണെങ്കിൽ അതിന് പറ്റിയ മ്യൂച്വൽ ഫണ്ടുണ്ട്. ഇനി ബോണ്ടുകൾ മാത്രമാണെങ്കിൽ അതിന് പറ്റിയ മ്യൂച്വൽ ഫണ്ടുണ്ട്. എല്ലാ അസറ്റ് ക്ലാസ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ ഹൈബ്രിഡ് ഫണ്ട്സ് ഉണ്ട്. സോ ഡൈവേഴ്സിഫിക്കേഷൻ ഓപ്പർച്യൂണിറ്റി മ്യൂച്വൽ ഫണ്ടിൽ കൂടുതലാണ്. മ്യൂച്വൽ ഫണ്ട്സ് ബിഗിനർ ഫ്രണ്ട്ലി ആണ്. അതായത് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ, എന്നാൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയോ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാൻ സമയമോ ഇല്ലാത്ത ആളാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരു ഈസി എൻട്രി നൽകുന്നുണ്ട്. കേവലം 100 രൂപ മുതൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻകം വളരെ കുറവുള്ള ആൾക്ക് പോലും മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. സ്റ്റോക്കുകളിൽ പറഞ്ഞ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ മ്യൂച്വൽ ഫണ്ടിലും ആപ്ലിക്കബിൾ ആണ്. ETF അഥവാ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ETF എന്നാൽ ബേസിക്കലി ഒരു മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. മ്യൂച്വൽ ഫണ്ടും ETF തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിൻ്റെ യൂണിറ്റ് നമുക്ക് നൽകുന്നത് ആ അസറ്റ് മാനേജ് ചെയ്യുന്ന കമ്പനിയാണ്. എന്നാൽ ETF-ൻ്റെ കേസിലാണെങ്കിലോ അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. ഏതൊരു സ്റ്റോക്കും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ETF-ഉം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം. ഭൂരിഭാഗം ETF-കളും ഏതെങ്കിലുമൊക്കെ ഇൻഡെക്സിലുള്ള കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യാറ്. ഉദാഹരണത്തിന് ഒരാൾക്ക് നിഫ്റ്റി 50-ലുള്ള 50 കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഈ 50 കമ്പനികളുടെയും ഷെയർ വാങ്ങിക്കാൻ അദ്ദേഹത്തിൻ്റെ പണം തേടണമെന്നില്ല. അത് നോക്കി നടക്കാൻ അദ്ദേഹത്തിൻ്റെ സമയവും കാണില്ല. അത്തരത്തിലൊരാൾക്ക് ഏറ്റവും അനുയോജ്യം നിഫ്റ്റി 50-യുടെ ETF വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത്തരത്തിൽ ചെയ്യുമ്പോൾ ഈ 50 കമ്പനികളുടെയും പാർഷ്യൽ ഓണറായി അദ്ദേഹം മാറുകയാണ്. ഈ 50 കമ്പനികളുടെയും മൂവ്മെന്റ് അനുസരിച്ച് ETF-ന്റെ വാല്യൂവിലും ചേഞ്ച് വരുന്നു. ETF-ന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് നോക്കിയാൽ അത് ബിഗിനർ ഫ്രണ്ട്ലി ആണ്, എക്സ്പെൻസ് കുറവാണ്, മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന ഏത് സമയത്തും നമുക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം, ഡൈവേഴ്സിഫൈഡ് ആണ്. ഉദാഹരണത്തിന് നിഫ്റ്റി 50-യുടെ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് പല തീമിലുള്ള 50 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ അത് ഡൈവേഴ്സിഫൈഡ് ആയി മാറുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ETF ഒരിക്കലും ഗ്യാരണ്ടീഡ് റിട്ടേൺ നൽകുന്നില്ല. ETF ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിന്റെ മൂവ്മെന്റ് അനുസരിച്ച് അത് മുകളിലേക്ക് പോയാൽ നമുക്ക് പ്രോഫിറ്റ് നൽകുന്നു, താഴേക്ക് പോയാൽ അത് ലോസ് ആവുന്നു. സോ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് ETF-ന് എപ്പോഴും നല്ലത്.
ഇൻഡെക്സ് ഫണ്ട് എന്നാൽ മാർക്കറ്റിലുള്ള ഇൻഡെക്സുകളെ ട്രാക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ്. ഉദാഹരണത്തിന് നിഫ്റ്റി 50 ഇൻഡെക്സ്, അതായത് നിഫ്റ്റി 50യിലെ 50 കമ്പനികളെ അതിൻ്റെ അലോക്കേഷൻ അനുസരിച്ച് ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു തീരുമാനം എടുക്കാനോ സ്വന്തമായി ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഇവിടെ ഇല്ല. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്നാൽ ലോ കോസ്റ്റ് ആണ്, പാസീവ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഭാവിയിൽ വെൽത്ത് ക്രിയേഷന് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് വളരെയേറെ റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് ഇൻഡെക്സ് ഫണ്ടുകൾ. ഇന്ത്യയിൽ ഏറ്റവും ട്രഡീഷണൽ ആയ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് ഗോൾഡ്. ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പല മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് നടത്താം. ഗോൾഡ് ETF, ഫിസിക്കൽ ഗോൾഡ്, ഡിജിറ്റൽ ഗോൾഡ്, സോവറിൻ ഗോൾഡ് ബോണ്ട്, അങ്ങനെ. ഗോൾഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തെന്നാൽ അതിൻ്റെ ലിക്വിഡിറ്റിയാണ്. നമുക്ക് പൈസ ആവശ്യം വരുന്ന സമയത്ത് ഗോൾഡ് സെല്ല് ചെയ്ത് ക്യാഷ് ആക്കി മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനും ഗോൾഡ് സഹായിക്കും. പക്ഷേ ഒരു വെൽത്ത് ക്രിയേഷന് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ മാത്രം നമുക്ക് സാധിക്കില്ല. മോഡറേറ്റ് റിട്ടേൺ ആയതുകൊണ്ട് വെൽത്ത് പ്രിസർവേഷൻ മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. ഇന്ത്യയിലെ ആളുകൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അസറ്റാണ് റിയൽ എസ്റ്റേറ്റ്, അതായത് ലാൻഡ്, ഹൗസ്, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ്, അപ്പാർട്ട്മെൻറ്റ്സ് തുടങ്ങിയവയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ലോങ് ടൈമിൽ ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഉണ്ടാവുന്നു, ഒരു റെൻ്റൽ ഇൻകം കിട്ടുന്നു. എന്നാൽ വലിയൊരു ഡിസഡ്വാൻറ്റേജിന് ഇതിനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹൈ ക്യാപിറ്റൽ റിക്വയർഡ് ആണ്, ലിക്വിഡിറ്റി വളരെ കുറവാണ്. അതായത് നമുക്ക് ക്യാഷിന് അത്യാവശ്യം വരുന്നൊരു സമയം പെട്ടെന്ന് അത് സെൽ ചെയ്യാൻ സാധിക്കണമെന്നില്ല, വലിയൊരു സം അവിടെ ബ്ലോക്കായി പോകുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സുകളെ പറ്റിയും ഓരോ അസറ്റ് ക്ലാസ്സുകളിലുള്ള ഇൻവെസ്റ്റിംഗ് ഇൻസ്ട്രുമെൻസിനെ പറ്റിയും നമ്മൾ സംസാരിച്ചു. എന്നാൽ ഇത് മാത്രം മനസ്സിലായത് കൊണ്ടായില്ല, ബിഗിനേഴ്സ് വരുത്തുന്ന ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. ഷോർട്ട് ടേം തിങ്ക് ചെയ്യുക, റിസ്ക് മനസ്സിലാക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുക, റോങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ചൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു പാർട്ട് 2 ഉണ്ടാവും. ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മിസ്റ്റേക്സ്, റിസ്ക് വേഴ്സസ് റിവാർഡ്, ഹൗ ടു ഇൻവെസ്റ്റ് എന്നിവയൊക്കെ നാം ആ വീഡിയോയിൽ ചർച്ച ചെയ്യും. അതുമാത്രമല്ല ഈ വീഡിയോയിൽ ഇൻവെസ്റ്റിംഗ് ഇൻസ്ട്രുമെൻസിനെ പറ്റി ബ്രീഫായി നാം പറഞ്ഞു പോയതേ ഉള്ളൂ. അതിനെപ്പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വൈകാതെ തന്നെ ഈ ചാനൽ വരുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ മിസ്സായി പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും ഇവിടെ രേഖപ്പെടുത്താം. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ സച്ച് ഇൻഫോ. ഇറ്റ്സ് ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സിംപ്ലിഫൈഡ്. കഴിഞ്ഞ 10 ദിവസം കൊണ്ട് പെട്രോൾ വിലയിൽ ഉണ്ടായ മാറ്റം 8 രൂപയാണ്. ഇനിയും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. ഫ്യൂവലിന്റെ കോസ്റ്റ് കൂടുന്നതോടുകൂടി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുന്നു. നമ്മുടെ ബേസിക് എക്സ്പെൻസുകളായ ഗ്രോസറി ഉൾപ്പെടെയുള്ളതിന്റെ വില വർദ്ധിക്കുന്നു. എന്നാൽ നമ്മുടെ ഇൻകം ആണെങ്കിലും ഒരു ചേഞ്ചും ഇല്ലാതെ നിൽക്കുന്നു. ഇതിൽ നിന്ന് കരകയറാൻ എന്താണ് ഒരു മാർഗം? ഉത്തരം വളരെ സിമ്പിളാണ്. സ്മാർട്ടായി സ്പെൻഡ് ചെയ്യുക. നമ്മൾ പെട്രോൾ പമ്പിൽ UPI വഴിയോ ക്യാഷ് വഴിയോ കാർഡ് വഴിയോ പേയ്മെന്റ് കൊടുക്കുന്നു. എന്നാൽ ശരിയായ കാർഡ് ഉപയോഗിക്കാത്തത് മൂലം നമുക്ക് നഷ്ടമാകുന്നത് വലിയ റിവാർഡുകളാണ്. ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് 3 ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡുകളാണ്. നമ്മൾ സ്ഥിരമായി ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഔട്ട്ലെറ്റുകൾ IOC, BPCL, HPCL, ഈ ഓരോ കമ്പനികൾക്കും യൂസ് ചെയ്യാൻ പറ്റിയ പവർഫുൾ ക്രെഡിറ്റ് കാർഡുകൾ. നിങ്ങൾ സ്ഥിരമായി പെട്രോൾ അടിക്കുന്ന ആളാണെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റുമെന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ. ഇന്ത്യൻ ഓയിൽ ഔട്ട്ലെറ്റുകളിൽ ഫ്യൂൽ ഫില്ല് ചെയ്യുന്നവർക്ക് ഇപ്പോഴുള്ള മാർക്കറ്റിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ക്രെഡിറ്റ് കാർഡ് RBLന്റെ ഇന്ത്യൻ ഓയിൽ എക്സ്ട്രാ ക്രെഡിറ്റ് കാർഡാണ്. RBLും ഇന്ത്യൻ ഓയിലുമായി ചേർന്ന് ഇറക്കിയിരിക്കുന്ന കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡാണിത്. അപ് ടു 250 ലിറ്റർ പെട്രോൾ ആനുവലി, ഇതാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഈ കാർഡിന്റെ ഡീറ്റെയിൽഡ് ബ്രേക്കപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കാർഡ് യൂസ് ചെയ്ത് ഇന്ത്യൻ ഓയിൽ ഔട്ട്ലെറ്റിൽ സ്പെൻഡ് ചെയ്താൽ ഓരോ 100 രൂപക്കും 15 ഫ്യൂൽ പോയിന്റ്സ് വരെ നമുക്ക് ലഭിക്കും. ഓരോ ഫ്യൂൽ പോയിന്റിന്റെയും വാല്യൂ ഫ്യൂൽ റിഡംഷൻ ആണെങ്കിൽ 50 പൈസ വരെ നമുക്ക് കിട്ടും. സോ ബേസിക്കലി 7.5% റിട്ടേൺ റേറ്റ് ആണ് ഈ കാർഡിലുള്ളത്. അതിനൊപ്പം 1% സർചാർജ് വേവറും ഉണ്ട്. സോ ഇതൊരു റെഗുലർ ക്യാഷ് ബാക്ക് കാർഡല്ല, ഫ്യൂൽ പോയിന്റ്സ് ഫോർമാറ്റിലാണ് റിവാർഡ് കിട്ടുന്നത്. അത് പിന്നീട് ഫ്യൂൽ റിഡംഷനായി യൂസ് ചെയ്യാം. ഈ കാർഡിന്റെ ജോയിനിങ് ഫീ ആൻഡ് ആനുവൽ ഫീ വരുന്നത് 1500 പ്ലസ് GST ആണ്. ബട്ട് ഈ വർഷം 2.75 ലാക്ക് സ്പെൻഡ് ചെയ്താൽ നെക്സ്റ്റ് ഇയർ ഫീ വേവർ കിട്ടും. ഈ കാർഡ് നൽകുന്ന വെൽക്കം ബെനിഫിറ്റ്, ഈ കാർഡ് ആക്ടിവേറ്റ് ചെയ്ത് ഫീസ് അടച്ചു കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ 500 രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയാൽ 3000 ഫ്യൂൽ പോയിന്റ്സ് ആണ് നൽകുക, വിച്ച് ഈസ് ഈക്വൽ ടു 1500 ഫ്യൂൽ റിഡംഷൻ. ഫ്യൂൽ സ്പെൻഡുകൾ അല്ലാതെയുള്ള നോർമൽ സ്പെൻഡുകൾക്ക് ഓരോ 100 രൂപയ്ക്കും 2 ഫ്യൂൽ പോയിന്റുകളാണ് ലഭിക്കുക. അതുമാത്രമല്ല ഓരോ ക്വാർട്ടറുകളിലും 75,000 നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ 1000 ഫ്യൂൽ പോയിന്റ്സ് നമുക്ക് റിവാർഡായി ലഭിക്കും. ഹൈ സ്പെൻഡേഴ്സിന് നല്ലൊരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണിത്. ഈ കാർഡ് ഒരു മാസം നൽകുന്ന മാക്സിമം ഫ്യൂൽ പോയിന്റ്സ് 2000 ആണ്. അതായത് കാൽക്കുലേഷനിൽ ഓൾമോസ്റ്റ് 13,000 റുപ്പീസിന് മുകളിൽ ഫ്യൂൽ നമുക്ക് ഫിൽ ചെയ്യാൻ സാധിക്കും. എന്നാൽ അതിനു മുകളിൽ ചെയ്യുന്ന ഫ്യൂൽ ട്രാൻസാക്ഷൻസ് ഒന്നും റിവാർഡ് നമുക്ക് കിട്ടില്ല.
1% ഫ്യൂവൽ സർചാർജ് വേവർ അപ് ടു 200 പെർ മന്ത് ഈ കാർഡ് നൽകുന്നുണ്ട്. സോ ഹൂ ഷുഡ് ടേക്ക് ദിസ്? ഇന്ത്യൻ ഓയിൽ ഔട്ട്ലെറ്റുകൾ കാര്യമായി യൂസ് ചെയ്യുന്ന, ഫ്യൂവൽ സ്പെൻഡുകൾ ധാരാളമുള്ള, ലോങ് ഡ്രൈവ് പോകുന്ന, ബിസിനസ് യൂസ് ഉള്ളവർക്ക് ഈ കാർഡ് വളരെ യൂസ്ഫുൾ ആണ്. എന്നാൽ ഈ കാർഡിന് വലിയൊരു ഡൗൺ സൈഡ് കൂടിയുണ്ട്. ട്രാവൽ, ഡൈനിങ്, ലൈഫ് സ്റ്റൈൽ ബെനിഫിറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്. സോ ഫ്യൂവൽ സേവിങ്സ് മാത്രം ലക്ഷ്യം വെക്കുന്നവർക്ക് ഒരു സ്യൂട്ടബിൾ കാർഡാണിത്. BPCLും SBIയുമായി ചേർന്ന് പുറത്തിറക്കിയിരിക്കുന്ന ഇന്ത്യയിലെ മോസ്റ്റ് പോപ്പുലർ ക്രെഡിറ്റ് കാർഡായ SBI ഒക്ടേൻ ക്രെഡിറ്റ് കാർഡ്. ഹോണസ്റ്റ്ലി പറഞ്ഞാൽ BPCL ഔട്ട്ലെറ്റുകളിൽ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നവർക്ക് വളരെ അഗ്രസീവായ റിവാർഡ് നൽകുന്ന ഒരു കാർഡാണ്. ഈ കാർഡ് യൂസ് ചെയ്ത് BPCL പെട്രോൾ പമ്പുകളിൽ ഫ്യൂവൽ സ്പെൻഡ് ചെയ്താൽ ഓരോ 100 രൂപയ്ക്കും 25 റിവാർഡ് പോയിന്റ് ലഭിക്കും. ഈ റിവാർഡ് പോയിന്റുകൾ BPC ഫ്യൂവൽ വൗച്ചറിനാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ 25 പൈസ വാല്യൂ നമുക്ക് കിട്ടും. അതായത് എഫക്റ്റീവ്ലി 6.25 റിവാർഡ് റേറ്റ് 100 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അതിൽ 1% ഫ്യൂവൽ സർചാർജ് വേവർ കൂടി കൂട്ടിയാൽ എഫക്റ്റീവ്ലി 7.25 റിവാർഡ് റേറ്റ് ആണ് ഈ കാർഡ് യൂസ് ചെയ്താൽ കിട്ടുക. ഈ കാർഡിന്റെ ജോയിനിങ് ഫീ ആൻഡ് ആനുവൽ ഫീ വരുന്നത് 1500 പ്ലസ് GST ആണ്. എന്നാൽ ഈ വർഷം 2 lakh സ്പെൻഡ് ചെയ്താൽ നെക്സ്റ്റ് ഇയർ ആനുവൽ ഫീ വേവ് ഓഫ് ആയി കിട്ടും. ഈ കാർഡിന്റെ വെൽക്കം ബെനിഫിറ്റ്, കാർഡ് ആക്ടിവേറ്റ് ചെയ്ത് ജോയിനിങ് ഫീ അടച്ചാൽ 6000 റിവാർഡ് പോയിന്റ്സ് നമുക്ക് ലഭിക്കും. അതായത് നമ്മൾ ഫീ അടച്ചതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഫ്യൂവൽ റിഡംഷൻ നമുക്ക് കിട്ടും. ഇനി ഈ കാർഡിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഫ്യൂവലിന് മാത്രമല്ല ഡൈനിങ്, ഗ്രോസറി, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ, മൂവീസ് എന്നിവയ്ക്കും ആക്സിലറേറ്റഡ് റിവാർഡ് പോയിന്റ്സ് കിട്ടും. അതുകൊണ്ട് ഫ്യൂവൽ കാർഡ് എന്ന നിലയിൽ മാത്രമല്ല ഡെയിലി യൂസേജ് കാർഡായി പോലും ഈ കാർഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ്, ഇയർലി 4 കോംപ്ലിമെന്ററി വിസിറ്റ്സ് വരെ കിട്ടുന്നുണ്ട്. ഫ്യൂവൽ കാർഡിൽ ലോഞ്ച് ആക്സസ് കിട്ടുന്നത് ഒരു സോളിഡ് ബോണസ് തന്നെയാണ്. സോ ഹൂ ഷുഡ് ടേക്ക് ദിസ് കാർഡ്സ്? BPCL ഔട്ട്ലെറ്റ്സ് റെഗുലർലി യൂസ് ചെയ്യുന്ന, ഹൈ മന്ത്ലി ഫ്യൂവൽ സ്പെൻസ് ഉള്ള, ഫ്യൂവൽ പ്ലസ് ലൈഫ് സ്റ്റൈൽ കോംബോ കാർഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കാർഡ് ഒരു സോളിഡ് ചോയ്സ് ആണ്. ഹോണസ്റ്റ്ലി ഓവറോൾ ബാലൻസ്ഡ് ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ്സ് ചോദിച്ചാൽ ഈ കാർഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡേഷനിൽ ഉണ്ടാവും. ഇനി HPCL യൂസേഴ്സിനായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ക്രെഡിറ്റ് കാർഡ്, IDFC ഫസ്റ്റ് പവർ പ്ലസ് ക്രെഡിറ്റ് കാർഡ്. റീസെന്റ് വളരെ ഫേമസ് ആയ ഒരു ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡാണിത്. കാരണം ഫ്യൂവൽ സ്പെൻഡുകൾക്ക് മാത്രമല്ല ഡെയിലി സ്പെൻഡുകൾക്കും ഹൈലി റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു കാർഡാണിത്. ഈ കാർഡ് യൂസ് ചെയ്ത് HPCL ഔട്ട്ലെറ്റിൽ ഫ്യൂവൽ ഫില്ല് ചെയ്താൽ ഓരോ 150 രൂപയ്ക്കും 30 റിവാർഡ് പോയിന്റ് ആണ് കിട്ടുക. ഓരോ റിവാർഡ് പോയിന്റിന്റെയും വാല്യൂ 25 പൈസയാണ്. സോ ഇൻ ടോട്ടൽ 5% ക്യാഷ് ബാക്ക് കിട്ടും. എന്നാൽ ഡയറക്ട്ലി പമ്പിൽ സ്വൈപ്പ് ചെയ്യുന്നതിന് പകരം HP-Pay ആപ്പിന്റെ വാലറ്റ് ഈ കാർഡ് യൂസ് ചെയ്ത് ലോഡ് ചെയ്ത് പമ്പിൽ HP-Pay ആപ്പ് വഴി പേയ്മെന്റ് ചെയ്താൽ 1.5% ഹാപ്പി കോയിൻസ് എക്സ്ട്രാ നമുക്ക് റിവാർഡായി കിട്ടും. സോ എഫക്റ്റീവ് റിട്ടേൺ റേറ്റ് ഓൾമോസ്റ്റ് 5.5% വരെ വരും. ഫ്യൂവൽ സ്പെൻഡുകൾക്ക് മാത്രമല്ല ഗ്രോസറി, യൂട്ടിലിറ്റി പേയ്മെന്റ്സ്, ഫാസ്ടാഗ് റീചാർജ് ഇവക്കൊക്കെയും ആക്സലറേറ്റഡ് റിവാർഡ്സ് നൽകുന്ന ഒരു കാർഡാണിത്. ഈ കാർഡിന്റെ ജോയിനിങ് ഫീ ആൻഡ് ആനുവൽ ഫീ 500 റുപ്പീസ് ആണ്. ഈ വർഷം 1.5 lakh സ്പെൻഡ് ചെയ്താൽ നെക്സ്റ്റ് വർഷം ഫീ വേവർ ഉണ്ട്. വെൽക്കം ബെനിഫിറ്റും ഈ കാർഡ് നൽകുന്നുണ്ട്. ഈ കാർഡിൽ 500 റുപ്പീസിന്റെ ഫ്യൂവൽ ട്രാൻസാക്ഷൻ HPCL പമ്പിൽ ഫസ്റ്റ് ട്രാൻസാക്ഷനായി ചെയ്താൽ 500 റുപ്പീസ് ക്യാഷ് ബാക്ക് ആയി കിട്ടുന്നുണ്ട്. ഫ്യൂവൽ കാർഡായിട്ടും ഗ്രോസറീസ്, യൂട്ടിലിറ്റി പേയ്മെന്റ്സ് ഇവക്കൊക്കെ റിവാർഡ് കൊടുക്കുന്നതുകൊണ്ട് ഇതൊരു ഓവറോൾ യൂട്ടിലിറ്റി കാർഡായി കണക്കാക്കാം. സോ ഹൂ ഷുഡ് ടേക്ക് ദിസ്? HPCL ഔട്ട്ലെറ്റുകളെ കാര്യമായി ഡിപ്പെൻഡ് ചെയ്യുന്ന, കാര്യമായി ഫാസ്ടാഗ് യൂസ് ഉള്ള, വൺ കാർഡ് ഫോർ മെനി കാറ്റഗറീസ് എന്ന് കരുതുന്നവർക്ക് ഈ കാർഡ് സ്യൂട്ടബിൾ ഓപ്ഷൻ ആണ്. ഇനി പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇതിൽ 2 കാർഡുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, SBI ഒക്ടേൻ ആൻഡ് IDFC ഫസ്റ്റ് പവർ പ്ലസ്. അതിൽ തന്നെ IDFCയുടെ കാർഡാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം റിവാർഡ് മാത്രമല്ല റിവാർഡ് റിഡംഷൻ കൂടി എന്റെ കൺസേൺ ആണ്. IDFCയിൽ നമ്മുടെ ട്രാവൽ ബെനിഫിറ്റ്സ് ആയിട്ടും അതിന്റെ റിവാർഡ് പോയിന്റ്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഓരോരുത്തർക്കും റിവാർഡ് എങ്ങനെ വേണമെന്ന് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. സോ നിങ്ങൾ തന്നെ ആലോചിച്ച് ഈ 3 കാർഡുകളിൽ ഏറ്റവും സ്യൂട്ടബിൾ ഏതാണെന്ന് തീരുമാനമെടുക്കുക. ഈ 3 കാർഡുകളും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ചാനലുകളുടെ ബയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയക്കാവുന്നതാണ്. ഇതിന്റെ ലിങ്കുകൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ കൊടുക്കുന്നതാണ്. സോ ഗൈസ്, ഫ്യൂവൽ പ്രൈസ് ഒരിക്കലും നമ്മുടെ കൺട്രോളിലല്ല. ബട്ട് ഫ്യൂവൽ സ്പെൻഡ് ഒപ്റ്റിമൈസ് ചെയ്യുക എപ്പോഴും നമ്മുടെ കൺട്രോളിൽ തന്നെയാണ്. ഓരോ മാസം കണക്ക് കൂട്ടുമ്പോൾ ചെറിയ സേവിങ്സ് ആയി തോന്നാം, ബട്ട് ഇയർലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ ഡിഫറൻസ് ഉണ്ടാക്കാനുള്ള എമൗണ്ട് ഉണ്ടാകും. സോ ഓൾവേസ് ചൂസ് റൈറ്റ് ക്രെഡിറ്റ് കാർഡ് ഫോർ സ്പെൻസ്. ഈ വീഡിയോയിൽ പറഞ്ഞ ക്രെഡിറ്റ് കാർഡ്സ് അപ്ലൈ ചെയ്ത് കിട്ടാത്തവർക്ക് വേണ്ടി ലോ ഫീസ് ഉള്ള അല്ലെങ്കിൽ ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സിംപ്ലിഫൈഡ്. സോ ഒരു ഫെസ്റ്റീവ് സീസൺ കൂടി വന്നിരിക്കുകയാണ്. ജൂലൈ 4 മുതൽ ആമസോൺ പ്രൈം ഡേയും ഫ്ലിപ്കാർട്ടിൽ ഗോഡ് സെയിലും ഒരുപോലെ ആരംഭിക്കുകയാണ്. ഇവിടെ ഞാൻ വന്നിരിക്കുന്ന എന്തെങ്കിലും ഓഫറിനെ പറ്റി സംസാരിക്കാനല്ല, ഈ 2 പ്ലാറ്റ്ഫോമുകളുടെ
പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ബാങ്കുകളെ പറ്റിയും അവരുടെ ക്രെഡിറ്റ് കാർഡ്സിനെ പറ്റിയും ഒന്ന് സൂചിപ്പിക്കാനാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശരിയായ കാർഡ് ഉപയോഗിച്ചാൽ ചിലപ്പോൾ വലിയ ലാഭം ഉണ്ടായേക്കാം. എന്നാൽ തെറ്റായ കാർഡ് ഉപയോഗിച്ചാൽ ₹1 പോലും ഡിസ്കൗണ്ട് കിട്ടിയെന്ന് വരില്ല. സോ ആമസോൺ പ്രൈം ഡേയിൽ ഏത് കാർഡ് യൂസ് ചെയ്യണം, ഫ്ലിപ്കാർട്ട് ഗോഡ് സെയിലിൽ ഏത് കാർഡ് യൂസ് ചെയ്യണം എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയി നമുക്ക് നോക്കാം. കൂടാതെ ഓഫർ മിസ് ചെയ്യാതെ ഷോപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത് ബാങ്ക് പാർട്ട്ണർഷിപ്പിന്റെ ബേസിൽ മാത്രമാണ്. ഓരോ പ്രൊഡക്റ്റിന്റെയും ഡിസ്കൗണ്ട് പെർസെന്റേജ്, മാക്സിമം ഡിസ്കൗണ്ട്, എലിജിബിൾ കാർഡ്സ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. സോ ഷോപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഓഫർ പേജ് വെരിഫൈ ചെയ്യാൻ മറക്കരുത്. ആദ്യം ആമസോൺ പ്രൈം ഡേ നോക്കാം. ആമസോണിന്റെ ഈ വർഷത്തെ പാർട്ട്നേഴ്സായി വന്നിരിക്കുന്നത് ആക്സിസ് ബാങ്കും SBI ബാങ്കുമാണ്. ഒരു പ്രൊഡക്റ്റ് വാങ്ങി ചെക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ആക്സിസ് അല്ലെങ്കിൽ SBIയുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടിയേക്കാം. യൂഷ്വലി വരുന്ന ബെനിഫിറ്റ്സ് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, റെഗുലർ EMI ഓഫേഴ്സ്, നോ കോസ്റ്റ് EMI ഓഫേഴ്സ് തുടങ്ങിയവയാണ്. സോ ഇനി നിങ്ങൾക്ക് വരാവുന്ന മെയിൻ ഡൗട്ട് നിങ്ങളുടെ കയ്യിലുള്ള കാർഡ് ഇതിന് എലിജിബിൾ ആണോ എന്നാണ്. SBIയുടെ കേസിൽ SBI സിംപ്ലി ക്ലിക്ക്, സിംപ്ലി സേവ്, ക്യാഷ് ബാക്ക്, IRCTC, പ്രൈം, ഓറം തുടങ്ങിയ എല്ലാ കാർഡും ഈ ഓഫറിന് എലിജിബിൾ ആവാറുണ്ട്. അതുപോലെ തന്നെ ആക്സിസിന്റെ കേസിൽ ആക്സിസ്, നിയോ, മൈസോൺ, റിവാർഡ്സ്, ഹൊറൈസൺ, അറ്റ്ലസ് തുടങ്ങിയ എല്ലാ കാർഡുകളും ഈ ഓഫറിന് എലിജിബിൾ ആവാറുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓരോ ഓഫറിനും എലിജിബിൾ ആവുന്ന കാർഡ് ഡിഫറെന്റ് ആവാറുണ്ട്. സോ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഓഫർ ഡീറ്റെയിൽസ് ക്ലിയർ ആയി ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഫ്ലിപ്കാർട്ട് ഗോഡ് സെയിൽ. ഫ്ലിപ്കാർട്ടിന്റെ ഈ വർഷത്തെ പാർട്ട്നേഴ്സ് HSBCയും ബാങ്ക് ഓഫ് ബറോഡയുമാണ്. അതായത് ഷോപ്പിംഗ് സമയത്ത് HSBCയുടെ ബാങ്ക് ഓഫ് ബറോഡയുടെ ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്താൽ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് അടക്കമുള്ള ഓഫേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. HSBCയുടെ കേസിലാണെങ്കിൽ HSBC ലൈവ് പ്ലസ്, വിസ പ്ലാറ്റിനം, ട്രാവൽ വൺ, പ്രീമിയർ തുടങ്ങിയ കാർഡ്സ് ഈ ഓഫറിന് എലിജിബിൾ ആണ്. അതുപോലെ ബാങ്ക് ഓഫ് ബറോഡയുടെ കേസിലാണെങ്കിൽ BOB, എത്തിഹാദ്, പ്രീമിയർ, സെലക്ട്, എറ്റേണ തുടങ്ങിയ കാർഡ്സും എലിജിബിൾ ആണ്. ഒരു കാര്യം ഒന്നുകൂടെ പറയാം, എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഓഫർ ഒരുപോലെ ആയിരിക്കില്ല. ചില പ്രൊഡക്റ്റുകൾക്ക് 10% ആയിരിക്കാം, ചില പ്രൊഡക്റ്റുകൾക്ക് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ആയിരിക്കാം, ചില പ്രൊഡക്റ്റുകൾക്ക് ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സ് എലിജിബിൾ ആയിരിക്കില്ല. സോ ചെക്ക്ഔട്ട് പേജ് വരെ പോയി ഫൈനൽ എമൗണ്ട് കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക. ഇനി സെയിൽ സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി നോക്കാം. ബാങ്ക് ഡിസ്കൗണ്ടും റിവാർഡ് പോയിന്റ്സും രണ്ടാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിൽ 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടിയാലും ആ ട്രാൻസാക്ഷന് നിങ്ങൾക്ക് റിവാർഡ് പോയിന്റും കിട്ടും. എന്നാൽ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടിയത് കൊണ്ട് ചില ബാങ്കുകൾ ആ റിവാർഡ് പോയിന്റ്സ് റിവേഴ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ എപ്പോഴും ഡബിൾ ബെനിഫിറ്റ് പ്രതീക്ഷിക്കരുത്, കിട്ടിയാൽ ലോട്ടറി എന്ന് കരുതുക. EMI ഓഫേഴ്സ് കണ്ടാൽ നോ കോസ്റ്റ് EMI ആണോ എന്ന് നോക്കുക. കാരണം ചില ട്രാൻസാക്ഷൻസിൽ പ്രോസസിംഗ് ചാർജ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കയറി വരാം. സോ നോ കോസ്റ്റ് EMI ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. മാക്സിമം ഡിസ്കൗണ്ട് ലിമിറ്റ് ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് 10% അപ് ടു 5,000 ആണ് ഓഫർ എങ്കിൽ 80,000 റുപ്പീസിന് പർച്ചേസ് ചെയ്താലും 5,000 രൂപയിൽ കൂടുതൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടില്ല. ഓഫർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ശ്രദ്ധയോടെ വായിക്കുക. ചില ഓഫേഴ്സ് ചില കാർഡുകളിൽ ഒരു തവണ മാത്രമേ ലഭിക്കൂ. ചില ഓഫേഴ്സ് സ്പെസിഫിക് കാറ്റഗറികളിൽ മാത്രമായിരിക്കും. അതുകൊണ്ട് ചെറിയൊരു വെരിഫിക്കേഷൻ ചിലപ്പോൾ വലിയ സേവിങ്സ് നൽകിയേക്കും. പേയ്മെന്റ് മെത്തേഡ് ശരിയായി ചൂസ് ചെയ്യുക. ഓഫറിന് എലിജിബിൾ ആയിട്ടുള്ള കാർഡ്സ് യൂസ് ചെയ്ത് മാത്രമേ പേയ്മെന്റ് ചെയ്യാവൂ. ഗിഫ്റ്റ് കാർഡ്, വാലറ്റ് ബാലൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേയ്മെന്റ് യൂസ് ചെയ്താൽ ബാങ്ക് ഡിസ്കൗണ്ട് കിട്ടണമെന്നില്ല. സോ എ ക്വിക്ക് റീക്യാപ്പ്. ആമസോൺ പ്രൈം ഡേയിൽ ആമസോണിന്റെ പാർട്ട്നേഴ്സ് ആക്സിസ് ബാങ്കും SBIയും ആണ്. അതുപോലെ ഫ്ലിപ്കാർട്ട് ഗോഡ് സെയിലിൽ ബാങ്ക് ഓഫ് ബറോഡയും HSBCയും ആണ് പാർട്ട്നേഴ്സ്. സെയിൽ തുടങ്ങുന്നതിന് മുൻപ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, എലിജിബിൾ കാർഡ്സ്, മാക്സിമം ലിമിറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്യാൻ മറക്കരുത്. ഈ സെയിലിന് ഉപകാരപ്പെടുന്ന ആക്സിസ്, SBI, HSBC, ബാങ്ക് ഓഫ് ബറോഡ കാർഡുകൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലും Instagram, YouTube ബയോയിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ സെയിലിൽ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അത് ഉപകാരപ്പെടും. ലിങ്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇനിയും ക്രെഡിറ്റ് കാർഡ്സ്, റിവാർഡ് പോയിന്റ്സ്, ട്രാവൽ ഹാക്സ് തുടങ്ങിയ കണ്ടന്റുകൾ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. ഇറ്റ്സ് ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സിംപ്ലിഫൈഡ്. ഇന്ത്യയിലെ ബാലൻസ്ഡ് പ്രീമിയം ക്രെഡിറ്റ് കാർഡ് ലിസ്റ്റിൽ സ്ഥിരമായി സ്ഥാനം പിടിക്കുന്ന കാർഡാണ് HDFCയുടെ റെഗാലിയ ഗോൾഡ്. എന്നാൽ റീസെന്റ് വന്നിരിക്കുന്ന ചില അനൗൺസ്മെന്റുകൾ കാർഡിന്റെ വാല്യൂ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇനി മുതൽ ലോഞ്ച് ആക്സസ് കിട്ടാൻ സ്പെൻഡ് ക്രൈറ്റീരിയ, റിവാർഡ് റേറ്റ് ഡീവാലുവേഷൻ, വൗച്ചർ സിസ്റ്റം, അങ്ങനെ ഒരുപാട് ചേഞ്ചസ് റെഗാലിയ ഗോൾഡിൽ വന്നിരിക്കുകയാണ്. ഇപ്പോഴും ഈ കാർഡ് വർത്താണോ? ഇനി മുതൽ ആർക്കാണ് ഈ കാർഡ് കൂടുതൽ യൂസ്ഫുൾ? എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയി നോക്കാം. കാർഡിലെ ആദ്യത്തെ മേജർ ചേഞ്ച് റിവാർഡ് സ്ട്രക്ചറിലാണ്. മുമ്പ് 150 രൂപ സ്പെൻഡിന് 4 റിവാർഡ് പോയിന്റ് ആണ് റെഗാലിയ ഗോൾഡ് നൽകിയിരുന്നത്. എന്നാൽ പുതിയ അപ്ഡേറ്റ് പ്രകാരം 200 രൂപ സ്പെൻഡിന് 5 റിവാർഡ് പോയിന്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അതായത് മിനിമം സ്പെൻഡ് 150-ൽ നിന്ന് 200-ലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കേൾക്കുമ്പോൾ കാര്യമായ ഡിഫറൻസ് തോന്നില്ലെങ്കിലും കാൽക്കുലേഷനിൽ എഫക്റ്റീവ് റിവാർഡ് റേറ്റ് കുറയുന്നുണ്ട്. മുമ്പ് ചെറിയ സ്പെൻസ് കൊണ്ട് പോലും റിവാർഡ് ഏൺ ചെയ്യാൻ പറ്റിയിരുന്ന സാഹചര്യത്തിൽ ഇനി മുതൽ ഹയർ സ്പെൻഡ് സ്ലാബ് റിവാർഡ്സ് കുറക്കാൻ സാധ്യതയുണ്ട്. അതായത് ഡെയിലി യൂസേഴ്സിന് ഇനി ലോസ് കൂടുതലായിരിക്കും.
ഇനിയാണ് ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ്. മുമ്പ് റെഗാലിയ ഗോൾഡ് ഒരു സ്പെൻഡ് ക്രൈറ്റീരിയയും ഇല്ലാതെ വർഷം 12 ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് കസ്റ്റമേഴ്സിന് കൊടുത്തിരുന്നു. എന്നാൽ ഇനി മുതൽ കാര്യങ്ങൾ മാറുകയാണ്. ഒരു ക്വാർട്ടറിൽ 60,000 രൂപ സ്പെൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ക്വാർട്ടറിൽ 3 ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് കിട്ടുകയുള്ളൂ. അതായത് കാർഡ് വാലറ്റിൽ വെച്ച് ഒക്കേഷണലി ലോഞ്ച് ആക്സസ് മാത്രം യൂസ് ചെയ്യുന്നവർക്ക് ഇനി ആ ബെനിഫിറ്റ് കിട്ടില്ല. അതായത് ഏപ്രിൽ ടു ജൂൺ ക്വാർട്ടറിൽ 60,000 രൂപ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ജൂലൈ ടു സെപ്റ്റംബർ ക്വാർട്ടറിൽ 3 ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് കിട്ടുകയുള്ളൂ. ഈ കാർഡിന്റെ പ്രീമിയം ഫീൽ തന്നെ ഇല്ലാതാക്കുന്ന ഒരു അപ്ഡേറ്റ് ആണിത്. ഇന്റർനാഷണൽ ലോഞ്ച് ആക്സസ് മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ തുടരുന്നുണ്ട്. ഇന്റർനാഷണൽ സ്പെൻഡ് ഉള്ളവർ ശ്രദ്ധിക്കുക. ഡൈനാമിക് കറൻസി കൺവേർഷൻ ഫീ 1% നിന്ന് 1.75% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എയർപോർട്ട്, ഫോറിൻ മെർച്ചൻസ് തുടങ്ങിയവർ INR കൺവേർഷൻ ഓഫർ ചെയ്യും. എന്നാൽ ഇനി അത് അക്സെപ്റ്റ് ചെയ്താൽ കൂടുതൽ ചാർജസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഫ്രീക്വന്റ് ട്രാവലേഴ്സിന് ഇതൊരു ഹിഡൻ ലോസ് ആണ്. ഈ ഡീവാലുവേഷൻ ഇടയിലും ചെറിയൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. HDFC ട്രാവൽ എഡ്ജ് ബെനിഫിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്പാ ആക്സസ്, എയർപോർട്ട് ട്രാൻസ്ഫേഴ്സ്, റൂം അപ്ഗ്രേഡ്സ്, ഹോട്ടൽ ബഫേ തുടങ്ങിയ പെർക്സ് അവൈലബിൾ ആണ്. എന്നാൽ അതിലും ഒരു ക്യാച്ച് ഉണ്ട്. ബോർഡിംഗ് പാസ് അപ്ലോഡ്, വൗച്ചർ ജനറേഷൻ, അവൈലബിലിറ്റി റെസ്ട്രിക്ഷൻസ്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ യൂസേജ് ഇത്തിരി ടഫാണ്. ഇപ്പോൾ HDFC ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പുതിയ ഫീച്ചറാണ് ട്രാവൽ എഡ്ജ് പ്രോഗ്രാം. കേൾക്കുമ്പോൾ ഒരു പ്രീമിയം ബെനിഫിറ്റ് പോലെയൊക്കെ തോന്നും. ഒരു ക്വാർട്ടറിൽ 2 ബെനിഫിറ്റ്സ് വരെ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം സ്മാർട്ട് ബൈ എക്കോസിസ്റ്റം വഴിയാണ് ലഭിക്കുന്നത്. എന്നാൽ പ്രാക്ടിക്കൽ യൂസേജിൽ ഒരുപാട് കണ്ടീഷൻസ് വരുന്നുണ്ട്. ട്രാവൽ എഡ്ജ് പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ബെനിഫിറ്റ്സ് കിട്ടാൻ ആദ്യം സ്മാർട്ട് ബൈ പോർട്ടലിൽ നമ്മുടെ ബോർഡിംഗ് പാസ് അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം ഏത് ബെനിഫിറ്റ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് QR കോഡ് അല്ലെങ്കിൽ വൗച്ചർ ജനറേറ്റ് ചെയ്യണം. നമ്മുടെ ഡെസ്റ്റിനേഷൻ സിറ്റി ഏതാണോ അവിടെ അത് യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ക്യാച്ച് ഇത് ബോർഡിംഗ് പാസ് ബേസ്ഡ് ആണെന്നുള്ളതാണ്. അതായത് ട്രാവൽ ചെയ്യുന്ന പ്രൈമറി കാർഡ് ഹോൾഡേഴ്സിനാണ് ഈ ബെനിഫിറ്റ്സ് ഏറ്റവും കൂടുതൽ യൂസബിൾ ആവുക. ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ആഡ് ഓൺ കാർഡ് യൂസേഴ്സിന് ഇതിന്റെ പ്രാക്ടിക്കൽ യൂസേജ് വളരെ ലിമിറ്റഡ് ആണ്. ഈ ഒരു പ്രോഗ്രാമിന്റെ മറ്റൊരു റെസ്ട്രിക്ഷൻ, ഈ ബെനിഫിറ്റ്സ് ഒറിജിൻ എയർപോർട്ടിലും ട്രാൻസിറ്റ് സിറ്റിയിലും യൂസ് ചെയ്യാൻ പറ്റില്ല. ഡെസ്റ്റിനേഷൻ സിറ്റി ഏതാണോ അവിടെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കൊച്ചി ടു ഡൽഹി വിയ ബാംഗ്ലൂർ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഈ ബെനിഫിറ്റ്സ് കൊച്ചിയിലും ബാംഗ്ലൂരും യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ സിറ്റിയായ ഡൽഹിയിൽ മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. ഈ പ്രോഗ്രാമിൽ ഒരു സമയത്ത് ഒരു ബെനിഫിറ്റ് മാത്രമേ ആക്റ്റീവ് ആക്കാൻ സാധിക്കൂ. അതായത് മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് അഡ്വാൻസ് ആയി ജനറേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കില്ല. സ്പാ അല്ലെങ്കിൽ ബഫേ പോലെയുള്ള ബെനിഫിറ്റുകൾ ജനറേറ്റ് ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ യൂസ് ചെയ്തില്ലെങ്കിൽ എക്സ്പയർ ആയി പോകും. സോ നിങ്ങളുടെ ട്രാവൽ ഷെഡ്യൂൾ ടൈറ്റ് ആണെങ്കിൽ ബെനിഫിറ്റ്സ് വേസ്റ്റ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. സർവീസസ് എല്ലാം ഡ്രീം ഫോക്സുമായുള്ള പാർട്ട്ണർഷിപ്പ് വഴിയാണ്. അതുകൊണ്ട് തന്നെ അവൈലബിലിറ്റി ഗ്യാരണ്ടീഡ് അല്ല. പീക്ക് ട്രാവൽ സീസൺ ടൈം ആണെങ്കിൽ സ്ലോട്ട് കിട്ടാതിരിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ബെനിഫിറ്റ്സ് എല്ലായിടത്തും വാലിഡ് അല്ല. സെലക്ടഡ് പാർട്ട്ണർ പ്രോപ്പർട്ടീസിൽ മാത്രമാണ് ഇത് അവൈലബിൾ. ദാറ്റ് ഇൻക്ലൂഡ്സ് ITC ആൻഡ് ഫോർച്യൂൺ ഹോട്ടൽസ്. റൂം അപ്ഗ്രേഡ് ബെനിഫിറ്റ് ഉണ്ടെങ്കിലും അതൊരു ലക്ഷറി സ്യൂട്ട് അപ്ഗ്രേഡ് അല്ല. നമ്മൾ ഏത് കാറ്റഗറി റൂം ബുക്ക് ചെയ്തോ അതിന്റെ നെക്സ്റ്റ് ലെവൽ അപ്ഗ്രേഡ് ആണ്. അതും അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം. ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് ഒന്നും ട്രാൻസ്ഫറബിൾ അല്ല. ട്രാവലർ നെയിം ബേസ്ഡ് ആയതിനാൽ മറ്റൊരാളുമായി ഈ ബെനിഫിറ്റ്സ് ഷെയർ ചെയ്യാൻ സാധിക്കില്ല. സോ ഒരു ഫൈനൽ അനാലിസിസ് നോക്കിയാൽ ട്രാവൽ എഡ്ജ് പ്രോഗ്രാം ഒരു പ്രീമിയം അപ്ഗ്രേഡ് പോലെ തോന്നുമെങ്കിലും പ്രാക്ടിക്കൽ റിയാലിറ്റിയിൽ ഇറ്റ് ഹാസ് ടു മെനി കണ്ടീഷൻസ്. സോ ഇനി ഈ കാർഡ് ആർക്കാണ് ഏറ്റവും ബെനിഫിഷ്യൽ? HDFC എക്കോസിസ്റ്റത്തിലുള്ള സ്മാർട്ട് ബൈ യൂസ് ചെയ്യുന്ന, ഫ്രീക്വന്റ് ആയി ട്രാവൽ ചെയ്യുന്ന ഹൈ സ്പെൻഡേഴ്സിന് ഈ കാർഡ് ഇപ്പോഴും ബെനിഫിഷ്യൽ ആണ്. എന്നാൽ കാഷ്വലായി യൂസ് ചെയ്യുന്ന, ലോ സ്പെൻഡുള്ള, ലോഞ്ച് ആക്സസിന് മാത്രം ഈ കാർഡ് എടുത്തിരുന്നവർക്ക് ഇനി ഒരിക്കലും ഈ കാർഡ് ഐഡിയൽ അല്ല. കാരണം റെഗാലിയ ഗോൾഡ് ഇപ്പോൾ സിമ്പിൾ പ്രീമിയം കാർഡിൽ നിന്ന് കണ്ടീഷൻ ബേസ്ഡ് പ്രീമിയം കാർഡിലേക്ക് മാറിയിരിക്കുന്നു. എൻ്റെ ഒപ്പീനിയനിൽ ഇപ്പോഴും റെഗാലിയ ഗോൾഡ് ഒരു മോശം കാർഡല്ല. എന്നാൽ മുമ്പ് ഈസി ബെനിഫിറ്റ് ആയി കിട്ടിയിരുന്നത് ഇപ്പോൾ സ്പെൻഡ് ബേസ്ഡ് ആയി എന്ന് മാത്രം. ഒരു ക്വാർട്ടറിൽ 60,000 മുകളിൽ സ്പെൻഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ കാർഡ് ഇപ്പോഴും നിങ്ങൾക്ക് മാനേജബിൾ ആണ്. അതർവൈസ് ഓൾട്ടർനേറ്റീവ് കാർഡ് കണ്ടെത്തേണ്ട സമയമായി. ഈ മാറ്റങ്ങൾ റെഗാലിയ ഗോൾഡിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഡൈനേഴ്സ് ക്ലബ് പ്രിവിലേജിലും ബിസ് പവറിലും ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. തുടർന്നുള്ള വീഡിയോകളിൽ അതും ചർച്ച ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സിംപ്ലിഫൈഡ്.